സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഇന്ന് പവന് 320 രൂപയാണ് കുറഞ്ഞത്. 1,09,400 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വൻഇടിവ്. ഒരു പവൻ സ്വർണത്തിന് 320 രൂപ കുറഞ്ഞ് 1,09,400 രൂപയും 1 ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 13,675 രൂപയിലും എത്തി. ഈ മാസം ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് മെയ് 1 രാവിലെയായിരുന്നു. ഒരു പവന് 1,11,720 രൂപയായിരുന്നു അന്നത്തെ വിപണി നിരക്ക്. ഇന്നലെ രാവിലെ മാറ്റമില്ലാതെ തുടർന്ന വിപണിയിൽ വൈകുന്നേരത്തോടെ വില ഇടിഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നും വിലയിൽ കുറവുണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ സാഹചര്യവും വിലയിൽ ഇടിവിന് കാരണമായിട്ടുണ്ട്. അതേസമയം ഡോളറിനെതിരെ റെക്കോർഡ് തകർച്ചയാണ് രൂപ നേടുന്നത്. ഡോളറിന് 95.39 രൂപയാണ് നിലവിൽ. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ അക്രമങ്ങളും അതേ തുടർന്നുണ്ടായ ക്രൂഡ് ഓയിൽ വില വർധനവുമാണ് രൂപയുടെ മൂല്യത്തെ ബാധിച്ചത്. അതേസമയം ഈ അക്ഷയ തൃതീയ ദിവസം വിപണിയിൽ മികച്ച വിൽപ്പനയായിരുന്നു നടന്നത്. സംസ്ഥാനത്തൊട്ടാകെയുള്ള 12,000 ജ്വല്ലറികളിലായി 2,000 കോടി രൂപയുടെ വ്യാപാരം നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ. സ്വർണ്ണവില വർധനവ്, യുദ്ധം, സാമ്പത്തിക മാന്ദ്യം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് 3 ലക്ഷത്തിനടുത്ത് ഉപഭോക്താക്കൾ ജ്വല്ലറികളിലെത്തിയത്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും കോയിനുകളും ബാറുകളുമായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തിയത്. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിലവിലെ സ്വർണ്ണവിലയ്ക്ക് പുറമെ മറ്റ് ചില അധിക ചെലവുകൾ കൂടി ഉപഭോക്താക്കൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കുറഞ്ഞത് 5% മുതൽ 20% വരെ പണിക്കൂലിയും സ്വർണ്ണവിലയുടെയും പണിക്കൂലിയുടെയും ആകത്തുകയിൽ മേൽ 3% GSTയും കൂടാതെ ഹോൾമാർക്കിംഗ് ചാർജുകളും നൽകേണ്ടി വരും. കേരളത്തിൽ വിവാഹ സീസൺ സജീവമായ ഘട്ടത്തിൽ സ്വർണ്ണവിലയിലുണ്ടായ ഈ ഇടിവ് കുടുംബങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നിരുന്നാലും അന്താരാഷ്ട്ര വിപണിയിലെ അസ്ഥിരത കാരണം ഇനിയും സ്വർണ്ണവില ചാഞ്ചാടാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.